എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കിസാൻ ക്രെഡിറ്റ് കാർഡിന് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം. അതെന്താണെന്ന് പോലും കേരളത്തിലുള്ള പകുതി കർഷകർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലുള്ള കാര്യങ്ങൾ പകുതി കർഷകരിലേക്കും എത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യയിലെ കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു പ്രധാന പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കൃഷി ചെയ്യുന്നവർക്ക് അവരുടെ വിവിധ ആവശ്യങ്ങൾക്കായി സാമ്പത്തിക സഹായം നൽകുന്ന ഈ പദ്ധതി കൂടുതൽ വിപുലീകരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ലഭിക്കുന്ന വായ്പയുടെ പരിധി 3,00,000 രൂപയിൽ നിന്ന് 5,00,000 രൂപയായി ഉയർത്തി കഴിഞ്ഞു. ഇത് രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് വലിയ ഒരളവിൽ ഉപകാരപ്രദമാകും. എന്താണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് നമുക്ക് നോക്കാം. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നത് കർഷകർക്ക് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കായി ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കുന്നതിനെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. വിളകൾ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ പണം, വളം, വിത്തുകൾ, കീടനാശിനികൾ എന്നിവ വാങ്ങുന്നതിനും മറ്റ് അനുബന്ധ ആവശ്യങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കാം. സമയബന്ധിതമായി വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവുകളും ലഭിക്കും. 5,00,000 രൂപയാണ് ഇതിൻ്റെ പരിധി. കർഷകർക്കുള്ള നേട്ടങ്ങൾ എന്താണെന്ന് നോക്കാം. വായ്പാ പരിധി ഉയർത്തിയതിലൂടെ കർഷകർക്ക് ഇനി കൂടുതൽ തുക വായ്പയായി എടുക്കാൻ സാധിക്കും. ഇത് പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ സഹായകരമാകും. കൃഷികൾ കൂടുതൽ വിപുലീകരിക്കാം. കൂടുതൽ പണം ലഭിക്കുന്നതിനാൽ കർഷകർക്ക് അവരുടെ കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ആധുനിക കൃഷി രീതികൾ പ്രയോഗിക്കാനും സഹായിക്കും. ഉയർന്ന വിളവ് നേടാം. നല്ല വിത്തുകൾ, വളം, യന്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് കൂടുതൽ പണം ആവശ്യമാണ്. KCC പരിധി ഉയർത്തിയതിലൂടെ ഈ ആവശ്യങ്ങൾക്കായി ഈ തുക ഉപയോഗിക്കാനാകും. ഇത് മികച്ച വിളവ് നേടാൻ സഹായിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും. പ്രകൃതി ദുരന്തങ്ങൾ, വിളനാശം തുടങ്ങിയ സാഹചര്യങ്ങളിൽ കർഷകർക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. കൂടുതൽ വായ്പ ലഭിക്കുന്നതിന് ഇത്തരം സാഹചര്യങ്ങൾ ഒരു പരിധിവരെ മറികടക്കാൻ സഹായിക്കും. അപേക്ഷ പൂരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബാങ്കിൽ നിന്ന് KCC ഫോം കൈപ്പറ്റി അത് ശരിയായി പൂരിപ്പിക്കുക. ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയാണ് അടുത്തത്. അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് തിരിച്ചറിയൽ രേഖ, ഐഡൻറ്റിറ്റി പ്രൂഫ്. ആധാർ കാർഡ്, വോട്ടർ ID, പാൻ കാർഡ് തുടങ്ങിയവയാണ് അത്. അടുത്തതാണ് മേൽവിലാസം തെളിയിക്കുന്ന രേഖ. ആധാർ കാർഡ്, റേഷൻ കാർഡ്, വൈദ്യുതി ബിൽ തുടങ്ങിയവ ആണത്. ഭൂമിയുടെ രേഖകൾ, കൃഷി ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിശ്ചിത എണ്ണം പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ. ബാങ്ക് പരിശോധന, നിങ്ങൾ സമർപ്പിച്ച അപേക്ഷയും ബാങ്ക് രേഖയും ബാങ്ക് ഉദ്യോഗസ്ഥർ പരിശോധിക്കും. വായ്പ അനുവദിക്കലാണ് അടുത്തത്. എല്ലാം ശരിയാണെങ്കിൽ ബാങ്ക് നിങ്ങളുടെ KCC അപേക്ഷ അംഗീകരിക്കുകയും വായ്പ അനുവദിക്കുകയും ചെയ്യും. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപേക്ഷിക്കുന്ന സമയത്ത് എല്ലാ രേഖകളും കൃത്യമായി സമർപ്പിക്കാൻ നിങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധയോടെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. വായ്പ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾ. അതുവഴി പലിശ ഇളവുകൾ നേടാനും സിബിൽ സ്കോർ മെച്ചപ്പെടുത്താനും നിങ്ങളെ സഹായിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി 5,00,000 ഉയർത്തിയത് കർഷകർക്ക് ഏറെ പ്രയോജനകരമായ ഒരു തീരുമാനമാണ്. ഈ അവസരം എല്ലാ കർഷകരും ഉപയോഗപ്പെടുത്തുകയും കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ അടുത്തുള്ള ബാങ്കുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാനാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.